ലോകത്തെ സ്വാധീനിക്കുന്ന വ്യക്തികളെ ഓരോ വർഷവും തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന ടൈം മാഗസിന്റെ വാർഷിക പട്ടിക വീണ്ടും ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 2026 ഏറ്റവും സ്വാധീനമുള്ള 100 പേർ എന്ന പട്ടിക ഏപ്രിൽ 15 പുറത്തിറങ്ങിയതോടെ രാഷ്ട്രീയം, സാങ്കേതികവിദ്യ, കല, ബിസിനസ്, സാമൂഹിക നേതൃത്വം എന്നിവയുടെ വിവിധ മേഖലകളിൽ ലോകത്തെ രൂപപ്പെടുത്തുന്ന മുഖങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ആരംഭിച്ചു. ഒരു വ്യക്തിയുടെ ജനപ്രീതിയെയോ പ്രശസ്തിയെയോ മാത്രം അടിസ്ഥാനമാക്കിയല്ല ഈ തിരഞ്ഞെടുപ്പ്. ലോകത്തിന്റെ ചിന്താഗതിയെയും നയരൂപീകരണത്തെയും സാംസ്കാരിക പ്രവണതകളെയും മാറ്റിമറിക്കാൻ കഴിയുന്ന സ്വാധീനമാണ് ഈ പട്ടികയുടെ കേന്ദ്രമാനദണ്ഡം. അതുകൊണ്ടുതന്നെ ടൈം 100 പട്ടികയിൽ ഇടം നേടുന്നത് വെറും ബഹുമതിയല്ല, ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ശക്തിയുടെ അടയാളമായും കാണപ്പെടുന്നു. ഈ വർഷത്തെ പട്ടികയിൽ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു, മാർക്കോ റുബിയോ, മാർക്ക് കാർണി, ക്ലോഡിയ ഷൈൻബോം, സ്നെത്ത് ഹക്കായിച്ചി, ഷീ ജിൻപിങ് എന്നിവരുടെ ഉൾപ്പെടുത്തൽ ലോകരാഷ്ട്രീയം ഇപ്പോഴും ശക്തമായ വ്യക്തിത്വങ്ങളാൽ നയിക്കപ്പെടുന്നതിന്റെ തെളിവാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ വ്യത്യസ്ത ആശയധാരകളോടെ പ്രവർത്തിക്കുന്ന ഇവർ തങ്ങളുടെ രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്ന നേതാക്കളായി തുടരുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള നിരവധി പേരുകൾ പട്ടികയിൽ ഇടം നേടിയതും പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. ഗാവിൻ ന്യൂസം, സൂസി വിൽസ്, ഡാൻ കെയ്ൻ, ജേക്കബ് ഫ്രെയ് തുടങ്ങിയവർ ഉൾപ്പെട്ടത് ദേശീയ നേതാക്കളെ മാത്രമല്ല, ഭരണനിർവഹണത്തിലും നഗരനയങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തുന്നവരെയും ടൈം പരിഗണിക്കുന്നുവെന്നു വ്യക്തമാക്കുന്നു. നയങ്ങൾ രൂപപ്പെടുത്തുന്നവർ, രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നവർ, ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നവർ, ഇവരൊക്കെ ഇന്ന് പൊതുജീവിതത്തിലെ നിർണായക ശക്തികളായി മാറിയിരിക്കുന്നു. ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ഉയർന്നുവരുന്ന ശബ്ദങ്ങൾക്കും ഈ വർഷം ശ്രദ്ധേയ സ്ഥാനം ലഭിച്ചു. ബാലൻ ഷാ, താരിഖ് റഹ്മാൻ എന്നിവരുടെ ഉൾപ്പെടുത്തൽ ഈ മേഖലയിൽ പുതിയ തലമുറ നേതാക്കൾ ഉയർന്നുവരുന്നതിന്റെ സൂചനയായി വായിക്കപ്പെടുന്നു. ദക്ഷിണേഷ്യയിലെ രാഷ്ട്രീയം പരമ്പരാഗത ശക്തികേന്ദ്രങ്ങളിൽ നിന്ന് മാറി പുതിയ മുഖങ്ങളിലേക്കും പുതിയ ആശയങ്ങളിലേക്കും നീങ്ങുന്നുവെന്ന സന്ദേശം ഇതിലൂടെ ലഭിക്കുന്നു. രാഷ്ട്രീയത്തിനപ്പുറം ബിസിനസ്സും സാങ്കേതികവിദ്യയും ഇന്നത്തെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക മേഖലകളായി തുടരുന്നു. സുന്ദർ പിച്ചയുടെ ഉൾപ്പെടുത്തൽ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗൂഗിൾ പോലുള്ള മഹത്തായ സ്ഥാപനത്തെ നയിക്കുന്നതിലുപരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പുതിയ ഉൽപ്പന്നങ്ങളിലൂടെ ഭാവി സാങ്കേതിക ലോകത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന നേതാവായിട്ടാണ് പിച്ചയെ കാണപ്പെടുന്നത്. ടെക് മേഖലയിലെ മത്സരം കഠിനമാകുമ്പോഴും വലിയ കോർപ്പറേഷനുകൾക്ക് സ്റ്റാർട്ടപ്പ് ചടുലത നൽകാനുള്ള അദ്ദേഹത്തിന്റെ സമീപനം ടൈം പ്രത്യേകം എടുത്തുകാട്ടി. ഇന്ത്യൻ സാന്നിധ്യവും ഈ പട്ടികയിൽ ശ്രദ്ധേയമാണ്. വികാസ് ഖന്ന, രൺബീർ കപൂർ, നേവൽ മോഹൻ തുടങ്ങിയവർ ഉൾപ്പെട്ടത് ഇന്ത്യയുടെ സ്വാധീനം ഇന്ന് രാഷ്ട്രീയം മാത്രമല്ല, സംസ്കാരം, ഭക്ഷണകല, ഡിജിറ്റൽ മീഡിയ, ആഗോള വിനോദരംഗം എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുന്നു. പ്രത്യേകിച്ച് രൺബീർ കപൂറിനെക്കുറിച്ച് നടൻ ആയുഷ്മാൻ ഖുറാന രേഖപ്പെടുത്തിയ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആന്തരികതയും ലളിതമായ ആധികാരികതയും കൊണ്ടാണ് കപൂർ ഇന്ന് ഇന്ത്യയുടെ പുതിയ ആത്മവിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തി. ഈ പട്ടികയിൽ ഉൾപ്പെട്ടവരെ നോക്കുമ്പോൾ ഒരു പ്രധാന യാഥാർത്ഥ്യം വ്യക്തമാണ്. ലോകത്തെ മാറ്റുന്നത് ഇനി രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ഒരു ടെക് സിഇഒക്കും, ഒരു കലാകാരനും, ഒരു നഗരമേയറിനും, ഒരു പാചക വിദഗ്ധനും, ഒരു മാധ്യമ നേതാവിനും ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കാലത്തേക്കാണ് ലോകമെത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ആഗോള വിപണികൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ, വിനോദ സംസ്കാരം എന്നിവയെല്ലാം ചേർന്ന് സ്വാധീനത്തിന്റെ അർത്ഥം വിപുലമാക്കിയിരിക്കുന്നു. അവസാനമായി ടൈം 100 പട്ടിക വെറും പേരുകളുടെ സമാഹാരമല്ല, ഇന്ന് ലോകത്തെ നയിക്കുന്ന ശക്തികളുടെ ഭൂപടമാണത്. ആരാണ് തീരുമാനമെടുക്കുന്നത്, ആരാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത്, ആരാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത് എന്ന ചോദ്യങ്ങൾക്ക് വർഷം തോറും പുതുക്കിയ മറുപടി നൽകുന്ന രേഖയായി ഈ പട്ടിക തുടരുന്നു. 2026 പട്ടിക അതുകൊണ്ട് തന്നെ നമ്മുടെ കാലഘട്ടത്തിന്റെ പ്രതിഫലനമായി മാറുന്നു.